പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 എക്സാമിനേഷന് ശേഷം നമ്മൾ +2 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. അവിടെ നമ്മൾ ബൈനറി ഓപ്പറേഷൻസിൻ്റെ തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നതാണ്. അതിൻ്റെ പ്രോബ്ലംസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്കിതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. Determine whether the operation star defined on set plus defined by a star b equal to a minus b gives a binary operation. Give justification. ഇവിടെ നമുക്കൊരു ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. അത് സെറ്റ് പ്ലസ് എന്ന് പറയുന്ന സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ സെറ്റ് പ്ലസ് എന്ന് പറയുന്നത്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ സെറ്റ് പ്ലസ് എന്ന് പറയുന്നത്. അവിടെ എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ മൈനസ് ബി ആണ്. ഗിവ്സ് എ ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് നമ്മളോട് തീരുമാനിക്കാനാണ് ചോദ്യത്തിൽ പറയുന്നത്. ഗിവ് ജസ്റ്റിഫിക്കേഷൻ. നമ്മൾ ബൈനറി ഓപ്പറേഷൻ ആണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ ഉത്തരത്തിന് നമ്മളൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. അതായത് അതെങ്ങനെ നമ്മൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ അതെങ്ങനെ ബൈനറി ഓപ്പറേഷൻ ആവുന്നു, അല്ലെങ്കിൽ ബൈനറി ഓപ്പറേഷൻ അല്ല എന്ന് പറയുന്നു, അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഓപ്പറേഷൻ എടുക്കുന്നു. എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒരു ബൈനറി ആണോ, എന്താണ് ബൈനറി ഓപ്പറേഷൻ ആകാനുള്ള കണ്ടീഷൻ. ആ സെറ്റിനകത്തുള്ള ഏത് രണ്ട് എലമെൻ്റ് എടുത്തിട്ട് നമ്മൾ സ്റ്റാറിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന ആൻസറും ആ സെറ്റ് പ്ലസ് തന്നെ ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ സെറ്റ് പ്ലസിൻ്റെ ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ബൈനറി ആകാനുള്ള കണ്ടീഷൻ. അപ്പോൾ സെറ്റ് പ്ലസ് എന്ന സെറ്റിൽ സ്റ്റാർ ബൈനറി ആവണമെങ്കിൽ എ സ്റ്റാർ ബി ഏത് രണ്ട് എലമെൻറ്റിൽ സ്റ്റാർ ചെയ്യുമ്പോഴും കിട്ടുന്ന ആൻസറും കൂടി ആ സെറ്റ് പ്ലസ്സിലുള്ള എലമെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പറ്റും ഇവിടെ. കാരണം നമുക്കറിയാം, ഒരു പോസിറ്റീവ് ഇൻറ്റീജറിൽ നിന്ന് മറ്റൊരു പോസിറ്റീവ് ഇൻറ്റീജർ മൈനസ് ചെയ്താൽ എപ്പോഴും എന്തായിരിക്കണമെന്നില്ല, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 3 എന്ന് പറയുന്ന ഒരു നമ്പർ എ ആയിട്ട് എടുക്കാം. എ ഈക്വൽ ടു 3 എടുക്കാം. ബി ഈക്വൽ ടു സം എലമെൻറ്റ് മോർ ദാൻ 3, ദാറ്റ് മീൻസ് സം 7 എടുക്കാം. ഏത് നമ്പർ എടുക്കാം, അതിനേക്കാളും വലിയൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എ സ്റ്റാർ ബി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു 3 സ്റ്റാർ 7 എന്നായിരിക്കും അല്ലേ. 3 സ്റ്റാർ 7 നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എ സ്റ്റാർ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ എയിൽ നിന്ന് ബി മൈനസ് ചെയ്യണം. ഇവിടെ 3 സ്റ്റാർ 7 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കിവിടെ 3യിൽ നിന്നും 7 മൈനസ് ചെയ്താൽ കിട്ടുന്നത് -4 ആണ് അല്ലേ. നമുക്കറിയാം തീർച്ചയായിട്ടും ഈ -4 ഒരു പോസിറ്റീവ് ഇൻറ്റീജർ അല്ല. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു സെറ്റ് പ്ലസ്. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ മൈനസ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ, അതായത് സ്റ്റാറിന് നമുക്ക് ഉപയോഗിക്കുന്നത് ഇവിടെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? എയിൽ നിന്നും ബി സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ രണ്ട് നമ്പർ എടുക്കുമ്പോൾ ഏത് രണ്ട് എലമെൻറ്റിലും അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ആ കിട്ടുന്ന ആൻസർ സെറ്റ് പ്ലസിലേക്ക് വരണമെന്നില്ല. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇതാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഈ സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ സ്റ്റാർ എന്നിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള സബ്ട്രാക്ഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. ദെർഫോർ വി ക്യാൻ റൈറ്റ് ദെർഫോർ സ്റ്റാർ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ ഏത് സെറ്റിലാണ് ബൈനറി ഓപ്പറേഷൻ അല്ലാത്തത്? ഇപ്പോൾ നമ്മൾ പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ഓൺ വാട്ട്? സെറ്റ് പ്ലസ്. സെറ്റ് പ്ലസ്സിലാണ് അല്ലാത്തത്. അപ്പോൾ ഈ സെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ആവാം, ബൈനറി ആവാം. പക്ഷെ നമ്മളിപ്പോൾ തന്നിട്ടുള്ള ഈ സെറ്റ് പ്രകാരം ഇതൊരു ബൈനറി ഓപ്പറേഷൻ അല്ല. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എന്നാലും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് എക്സാമ്പിൾ കൊടുക്കണം. അവിടെ നമുക്ക് ബൈനറി ഓപ്പറേഷൻ അല്ല എന്ന് ഇവിടെ പറയാം. ഈ സെറ്റിനകത്ത് ബൈനറി ഓപ്പറേഷൻ അല്ല. സെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബൈനറി ആവാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. Consider the binary operations defined on Q. Determine whether star is
കമ്മ്യൂട്ടേറ്റീവ് ഓർ അസോസിയേറ്റീവ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ചോദ്യങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൽ എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തത് എ ഇൻറ്റു ബി, അതായത് എ ബി പ്ലസ് 1 എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ ഓപ്പറേഷൻ എടുക്കാം. ഇത് ക്യൂ. എന്താണ് ഈ ക്യൂ എന്ന് പറയുന്ന സെറ്റ്? ഈ ക്യൂവിലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ക്യൂ എന്ന് പറയുന്ന സെറ്റ് നമുക്കറിയാം റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്നാണ് നോക്കേണ്ടത്. ബൈനറി ഓപ്പറേഷൻ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട. പ്രോപ്പർട്ടീസാണ്, അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു, ഒന്നുകൂടി നമുക്ക് എഴുതാം, എ ബി പ്ലസ് 1 ആണ് അല്ലേ. എപ്പോഴാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയുന്നത്? ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ എപ്പോഴാണ് കമ്മ്യൂട്ടേറ്റീവ് ആവുന്നത്? എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആവുമ്പോഴാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എ സ്റ്റാർ ബി ഇവിടെ എഴുതി കഴിഞ്ഞു. നമുക്ക് ബി സ്റ്റാർ എ എങ്ങനെ എഴുതാൻ നോക്കാം ഇത് പ്രകാരം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് തീരുമാനിക്കുന്നു പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ റൂളൊന്ന് പഠിക്കണം. എ സ്റ്റാർ ബി, എയും ബിയും സ്റ്റാർ ചെയ്യുന്നത് എ ബിയോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കൂട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ബി സ്റ്റാർ എ കാണുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ റൂള് പ്രകാരം, ഈ ഡെഫിനിഷൻ പ്രകാരം ബിയും എയും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 1 കൂട്ടണം അല്ലേ. നമുക്കറിയാം സാധാരണ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ മൾട്ടിപ്ലിക്കേഷനിൽ എ ബിയും ബി എയും എന്താണ് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ എ ബിക്ക് പകരം ബി എന്ന് എഴുതിയാലും രണ്ടും ഒന്ന് തന്നെയാണ്. അതിനോട് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ആണ്. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് കിട്ടുന്ന ആൻസറും ബി സ്റ്റാർ എ എന്ന് പറയുന്നത് കിട്ടുന്ന ആൻസറും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഉടനെ നമുക്ക് പറയാം എ സ്റ്റാർ ബി ഈക്വൽ ടു വാട്ട്? ബി സ്റ്റാർ എ, ബിക്കോസ് എ ബി ഈക്വൽ ടു ബി എ ആണ്. എ ബി ഈക്വൽ ടു ബി എ ആയതുകൊണ്ട് നമുക്ക് പറയാം എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ നമ്മളതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെ എഴുതും? ദെർഫോർ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയതുകൊണ്ട് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അസോസിയേറ്റീവ് ആണോ എന്ന് നമുക്ക് ഒന്ന് നോക്കണം. നമുക്ക് അടുത്തൊരു പേജ് എടുക്കാം. എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇനി അസോസിയേറ്റിവിറ്റി നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? അസോസിയേറ്റിവിറ്റിയുടെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. എ സ്റ്റാർ ബി സ്റ്റാർ സി, അതായത് ആദ്യത്തെ രണ്ടെണ്ണത്തിന് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും എ സ്റ്റാർ ബി സ്റ്റാർ സി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഒരേ ആൻസർ നമുക്ക് കിട്ടണം. എന്നാലേ നമ്മൾ എന്ത് പറയുള്ളൂ? സ്റ്റാർ അസോസിയേറ്റീവ് ആണെന്ന് പറയുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യത്തെ രണ്ടെണ്ണം സ്റ്റാർ ചെയ്യുന്നു, വീണ്ടും ആ ആൻസറിനെ സിയു ആയിട്ട് സ്റ്റാർ ചെയ്യുന്നു. ആ ആൻസറും അതാണ് ലെഫ്റ്റ് സൈഡ് അല്ലേ. റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? എ ആദ്യത്തെ നമ്പറാണ്, അതവിടെ വെക്കുന്നു. ബിയും സിയും ആദ്യം സ്റ്റാർ ചെയ്യുന്നു, ആ ആൻസർ പിന്നീട് എയുമായിട്ട് സ്റ്റാർ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്താലും ഇതുപോലെ ചെയ്താലും ഒരേ ആൻസറാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. അപ്പോൾ ഇവിടെ കിട്ടേണ്ട ആ ലെഫ്റ്റ് സൈഡ് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതായത് എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ ആദ്യം എ സ്റ്റാർ ബിക്ക് ബ്രാക്കറ്റ് കൊടുക്കുന്നു. നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എ സ്റ്റാർ ബി ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ എ ബി പ്ലസ് 1 ആണ് എ സ്റ്റാർ ബി. വീണ്ടും സി കൊണ്ട് നമുക്കൊന്ന് സ്റ്റാർ ചെയ്യണം. അപ്പോൾ ഫോളോ ചെയ്യേണ്ട റൂളൊന്ന് ഓർക്കുക. എ സ്റ്റാർ ബി കാണാൻ നമ്മൾ എന്താ ചെയ്തത്? എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 കൂട്ടുന്നു അല്ലേ. അപ്പോൾ എ ബി പ്ലസ് 1ഉം സിയും സ്റ്റാർ ചെയ്യണമെങ്കിലോ ആ റൂള് അതേപോലെ ഫോളോ ചെയ്യാം. അതായത് എ ബി പ്ലസ് 1ഉം സിയും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ 1 കൂട്ടുന്നു. ദാറ്റ്സ് ഈക്വൽ ടു എ ബി സി, ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ എ ബി സി പ്ലസ് 1 സി പ്ലസ് 1. ഇതാണ് നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സിയിൽ കിട്ടുന്നത്. അപ്പോൾ അതവിടെ വെക്കാം. നമുക്കിനി റൈറ്റിൽ കിട്ടേണ്ടതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എ സ്റ്റാർ ബി സ്റ്റാർ സി, ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ബൈ ഡെഫിനിഷൻ എന്തായിരിക്കും? നമ്മൾ എ സ്റ്റാർ ബി കണ്ടുപിടിച്ച അതേ റൂള് ഫോളോ ചെയ്യണം. എ ഇൻറ്റു ബി പ്ലസ് 1 ആണ് എ സ്റ്റാർ ബി.
അപ്പോൾ ബി സ്റ്റാർ സി ആണ് ആദ്യം ഇവിടെ ചെയ്യേണ്ടത്. ബി സ്റ്റാർ സി എന്തായിരിക്കും വരിക? ബി ഇൻറ്റു സി പ്ലസ് 1. അപ്പോൾ ബി സി പ്ലസ് 1 ഉണ്ട്. ഇനി ആദ്യത്തെ എലമെൻറ്റ് എയും രണ്ടാമത്തത് ബി സി പ്ലസ് 1ഉമായിട്ട് ഒന്ന് വീണ്ടും ഓപ്പറേഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി പ്ലസ് 1 അല്ലേ? ആദ്യം രണ്ട് നമ്പറും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി സി പ്ലസ് എ ഇൻറ്റു 1 എ പ്ലസ് 1. അപ്പോൾ നമുക്കിത് രണ്ട് സൈഡും കിട്ടിക്കഴിഞ്ഞു. എ സ്റ്റാർ ബി സ്റ്റാർ സി എ ബി സി പ്ലസ് സി പ്ലസ് 1 ആണ്. എ സ്റ്റാർ ബി സ്റ്റാർ സി എ ബി സി പ്ലസ് എ പ്ലസ് 1 ആണ്. തീർച്ചയായിട്ടും ഇത് രണ്ട് ഈക്വൽ ആയിരിക്കില്ല അല്ലേ? എന്തുകൊണ്ട്? എയും ബിയും സിയും 3 ഡിഫറെൻറ്റ് എലമെൻറ്റ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരിക്കലും ഈക്വൽ ആവില്ല. കാരണം ജനറലിയാണ് നമ്മൾ പറയുന്നത്. ഇത് ഈക്വൽ ആവുന്നൊരു കേസ് എപ്പോഴുണ്ടാവാം? സിയും എയും ഈക്വൽ നമ്പർ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഈക്വലായിട്ട് വരാം. പക്ഷേ അതൊരു പെർട്ടിക്കുലർ കേസ് മാത്രമേ ആവുള്ളൂ. ഇത് നമ്മൾ ജനറലി പറയുമ്പോൾ എ ബി സി ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ സി എയോട് ഈക്വൽ ആവാത്തിടത്തോളം കാലം എ ബി സി പ്ലസ് സി പ്ലസ് 1ഉം എ ബി സി പ്ലസ് എ പ്ലസ് 1ഉം ഈക്വൽ ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ സ്റ്റാർ ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഈക്വൽ ഇല്ലാത്തിടത്തോളം കാലം ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താകുന്നില്ല? അസോസിയേറ്റീവ് ആവുന്നില്ല. അപ്പോൾ ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ്. അപ്പോൾ അസോസിയേറ്റീവ് ആണോ കമ്മ്യൂട്ടേറ്റീവ് ആണോ നമ്മൾ ചെക്ക് ചെയ്തു, കണ്ടുപിടിച്ചു. അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു, പക്ഷേ എന്തല്ല? അസോസിയേറ്റീവ് അല്ല. ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റീവ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് ഓപ്പറേഷനെ പറ്റിയും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത് രണ്ടാമത്തെ നോക്കാം. നമുക്ക് രണ്ട് പ്രോപ്പർട്ടി നമ്മളിവിടെ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ നമുക്ക് നോക്കാം. എന്തായിരുന്നു രണ്ടാമത്തെ ഓപ്പറേഷൻ? എ സ്റ്റാർ ബി ഈക്വൽ ടു എ റേസ് ടു ബി. എയുടെ പവറിലാണ് ബി വരുന്നത് അല്ലേ? അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയറിനായിരിക്കും. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ടാമത്തത് ഇതേപോലെ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിനെ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നോക്കാം. എ സ്റ്റാർ ബി നോക്കാം. എ സ്റ്റാർ ബി എന്താണ് തന്നിട്ടുള്ളത്? എ റേസ് ടു ബി ആണ് അല്ലേ? ഇനി ബി സ്റ്റാർ എ നമുക്ക് കണ്ടുപിടിക്കാം. ബി സ്റ്റാർ എ എന്തായിരിക്കും? ബി സ്റ്റാർ എ ഈക്വൽ ടു ബി റേസ് ടു എ. ഇത് ഈക്വൽ ആയിരിക്കുമോ? ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ ദെർഫോർ വി ക്യാൻ സേ ദാറ്റ്, അതായത് ചിലപ്പോൾ എയും ബി ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആവാം, പക്ഷേ അതൊരു പെർട്ടിക്കുലർ കേസ് മാത്രമാണ്. എയും ബിയും ഡിഫറെൻ്റ് ആണെങ്കിൽ എ റേസ് ടു ബി നോട്ട് ഈക്വൽ ടു ബി റേസ് ടു എ. ദെർഫോർ എ സ്റ്റാർ ബി, ജനറലി വി ക്യാൻ സേ ദാറ്റ് എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ. ദെർഫോർ സ്റ്റാർ ഈസ് നോട്ട്, എന്താണ് ഏത് പ്രോപ്പർട്ടി ഇവിടെ ഫെയിലാകുന്നത്? സ്റ്റാർ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് എ സ്റ്റാർ, നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ് ആദ്യം അല്ലേ? എ സ്റ്റാർ ബി ഈസ് എ റേസ് ടു ബി അല്ലേ? ഇനി അതിനെ എ സി കൊണ്ട് സ്റ്റാർ ചെയ്യണം. അപ്പം നമ്മൾ റൂളൊന്ന് ഫോളോ ചെയ്യണം. എ സ്റ്റാർ ബി കാണാൻ നമ്മൾ എയുടെ പവറിൽ ബി എടുത്തു അല്ലേ? ഇനി നമുക്ക് കാണേണ്ടത് എ സ്റ്റാർ ബിയോട് സി സ്റ്റാർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എലിമെൻ്റ് ആരായിട്ട് എടുക്കണം? എ സ്റ്റാർ ബി ആയിട്ട് എടുക്കണം. അതായത് എ പോലെ നമ്മൾ എ സ്റ്റാർ ബി ആയിട്ട് എടുക്കണം. പിന്നെ ബി പോലെ സി ആയിട്ട് എടുക്കണം. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം എന്താ വരിക? ആദ്യത്തെ നമ്പറിൻ്റെ പവറിൽ അടുത്ത നമ്പർ വരണം. അപ്പോൾ ഇത് നമുക്കറിയാം, ലോ ഓഫ് എക്സ്പോണൻസ് പ്രകാരം നമ്മളെങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എ റേസ് ടു ബി ഓൾ റേസ് ടു സി, അതായത് എ റേസ് ടു ബി സി എന്ന് വരും. ഇനി നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ബി റേസ് ടു സി. ഇനി ആദ്യത്തെ എലമെൻറ്റ് ബി എയും
രണ്ടാമത്തെ എലമെൻറ്റ് ബി റേസ് ടു സി ആണെങ്കിൽ എയുടെ പവറിൽ ആര് വരണം? ബി റേസ് ടു സി വരണം. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ നേരത്തെ ഇപ്പം ഇത് ചെയ്ത പോലെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എയുടെ പവറിലാണ് ആര് വരുന്നത്? ബി റേസ് ടു സി. ഇവിടെ എ റേസ് ടു ബിയുടെ മൊത്തത്തിലൊരു പവറിലാണ് സി വരുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ലോ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ഇതിങ്ങനെ തന്നെ വെക്കാൻ പറ്റുള്ളൂ, എ റേസ് ടു ബി റേസ് ടു സി. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? എ സ്റ്റാർ ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. Therefore, എന്ത് പറയാം? സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ്. സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, അസോസിയേറ്റീവ് അല്ല. അപ്പോൾ നന്നായിട്ട് ഈ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുക. ഇത് ഓരോ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, അതുപോലെ 3 നമ്പർ വരുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ ഉള്ളതാണ് പലപ്പോഴും പല കുട്ടികളും തെറ്റിക്കുന്നത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഫോളോ ചെയ്യുന്നത് റൂളാണ്. ആ റൂള് പ്രകാരം ഇപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ എയുടെ പവറിൽ ബി. അപ്പോൾ ഏത് നമ്പറിനെ 2 നമ്പറിൻ്റെ സ്റ്റാർ ചെയ്യുമ്പോഴും ആദ്യത്തെ നമ്പറിൻ്റെ പവറിൽ രണ്ടാമത്തെ നമ്പർ. അങ്ങനെ ആ റൂളാണ് ഫോളോ ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി ബൈനറി ഓപ്പറേഷൻ ആൻഡ് ഓൺ ദി സെറ്റ് 1 2 3 4 5 defined by a and b equal to minimum of a, b. Write the operation table of the operation and. ഇവിടെ ഓപ്പറേഷൻ ടേബിൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പട്ടിക രൂപത്തിൽ ഇതിൻ്റെ വാല്യൂസ് ഒന്ന് എഴുതി ഫോം ചെയ്യും. അപ്പോൾ ഈ സെറ്റ് നമ്മൾ ഇവിടെ നമ്മുടെ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റ് 1 2 3 4 5 എന്ന് പറയുന്ന സെറ്റാണ്, ഒരു ഫൈനൈറ്റ് സെറ്റാണ്. ഡെഫിനിഷൻ പറയുന്നുണ്ട് എ ആൻഡ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എയോ ബിയോ ഇതിൽ ആരാണ് ചെറുത്? മിനിമം ഓഫ് എ ബി. അതായത് എ ബി എടുത്താൽ രണ്ടെണ്ണത്തിൽ ഏറ്റവും ചെറുതിനെയാണ് നമ്മളിതിൻ്റെ ആൻസറായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഡെഫിനിഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ 2 ആൻഡ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 2ഉം 3ഉം എടുക്കുക, അതിലേറ്റവും ചെറുത്, അതായത് 2. ഇതായിരിക്കും ആൻസർ. അപ്പോൾ ഇവിടെ എന്താണോ ഡിഫൈൻ ചെയ്തത് അത് മാത്രം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ടേബിൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഹോസ്പിറ്റലൊന്നും വരണ്ട. ഇവിടെ എന്താണ് ഓപ്പറേഷൻ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ കോളാണ്. നമ്മൾ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനിലൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ടേബിൾ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എ ആൻഡ് ബി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മിനിമം ഓഫ് എ ബി. ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോഴാദ്യമായിട്ട് നമ്മൾ എടുക്കാം, ഇവിടെ നമ്മൾ ഓപ്പറേഷൻ ആൻഡ് എടുത്തിട്ടുണ്ട്. 1 ആൻഡ് 1 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എക്ക് 1ഉം ബിക്ക് 1ഉം കൊടുക്കുമ്പോൾ 1 ആൻഡ് 1. അതിൽ മിനിമം ആരാ? 2 ഈക്വൽ ആണല്ലേ, അപ്പോൾ 1 തന്നെയാണ് മിനിമം മാക്സിമം ഒക്കെ 1 തന്നെയാണ്. ഇനി അടുത്തത് 1 ആൻഡ് 2 ആരാ മിനിമം? 1. അപ്പോൾ അവിടെയും 1 ആണ്. 1 ആൻഡ് 3 മിനിമം 1. 1 ആൻഡ് 4 മിനിമം 1. 1 ആൻഡ് 5 മിനിമം 1. അപ്പോൾ ആദ്യത്തെ റോ മൊത്തം 1 ആണ്. ഇനി 2 ആൻഡ് 1 ആരാ മിനിമം? 2 ആൻഡ് 1 അല്ലേ? 2 ആൻഡ് 2 2 ആൻഡ് 3 2 2 ആൻഡ് 4 2 2 ആൻഡ് 5 2 3 ആൻഡ് 1 3 ആൻഡ് 2 ചെറുതാരാ? 2 3 ആൻഡ് 3 അവിടെ ഈക്വൽ ആണ്, അപ്പോൾ 3 തന്നെ. 3 ആൻഡ് 4 3 3 ആൻഡ് 5 3 4 ആൻഡ് 1 4 ആൻഡ് 2 2 4 ആൻഡ് 3 3 4 ആൻഡ് 4 4 4 ആൻഡ് 5 4 5 1 അല്ലേ? 1 5 2 മിനിമം ഓഫ് 5, 2 2 5 ആൻഡ് 3 3 5 ആൻഡ് 4 4 5 ആൻഡ് 5 5. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ടേബിൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ചോദ്യത്തിൽ ഇത്തിരി പറഞ്ഞിട്ടുള്ളൂ അല്ലേ? എന്താണ്
ടേബിൾ ഫോം ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ടേബിൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ്റെ കംപ്ലീറ്റ് ആൻസറായി. പക്ഷേ ഇവിടെ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ആ ഓപ്പറേഷൻ്റെ ഓരോ വാല്യൂസ് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് എങ്ങനെ നോക്കാം, അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നോക്കാൻ നമുക്കറിയാം എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം അല്ലേ, അതല്ലേ കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ ഇവിടെ 1 സ്റ്റാർ 1 2 സ്റ്റാർ 2 രണ്ടും ഒരേ നമ്പർ ആകുമ്പോൾ നമുക്കറിയാം ഡയഗണൽ എലമെൻസിലാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഈ ടേബിളിൻ്റെ ഈ സ്ക്വയറിൻ്റെ ഡയഗണലായിട്ടാണ് വരിക. ഇനി 1 സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ ഈ നമ്പറാണ് 2. 2 സ്റ്റാർ 1 എന്ന് പറഞ്ഞാൽ ആരാ 1 ആണ്. അപ്പോൾ ഈ ഡയഗണലിൻ്റെ രണ്ട് ഭാഗത്തും ഒരേ നമ്പേഴ്സ് ഒരേ പ്ലേസിൽ വരുന്ന വിധത്തിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. അതൊരു ക്ലൂ ആണ്. അതായത് ടേബിൾ നോക്കി തന്നെ ചെയ്തു നോക്കാതെ നമുക്ക് പറയാൻ പറ്റും ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന്. എങ്ങനെ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നോക്കുന്നത്, ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴികെ മറ്റുള്ള എലമെൻറ്റ്സ് സിമെട്രിക് ആയിട്ടാണ് ഇതിൽ എൻട്രി വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ എന്തായിരിക്കും, കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ക്യൂ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 4. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്. Second question, find the identity element of star. And the third one, find the inverse element of 5 under the binary operation star. അപ്പോൾ നമുക്ക് ഈ സെറ്റിനകത്ത് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്ന് ആദ്യമായി ചെക്ക് ചെയ്യാം. അതായത് ആദ്യത്തെ സബ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നമ്മളെങ്ങനെ നോക്കും, നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലത്തെ ഒരു ചോദ്യം. എ സ്റ്റാർ ബി നമ്മൾ എഴുതുന്നു, എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 4, എ ബി ബൈ 4. ദെൻ റൈറ്റ് ബി സ്റ്റാർ എ. ബി സ്റ്റാർ എ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എ സ്റ്റാർ ബി ഏത് രീതിയിലാണോ കണ്ടുപിടിച്ചത് അതേ രീതിയിൽ ആദ്യത്തെ എലമെൻറ്റ് ബിയും രണ്ടാമത്തെ എലമെൻറ്റ് എയുമായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എ സ്റ്റാർ ബി ഈസ് എ ബി ബൈ 4. അപ്പോൾ ബി സ്റ്റാർ എ എഴുതുമ്പോൾ ബിയും എയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്കറിയാം റേഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് ക്യൂ. അവിടെ ഈ എ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയുടെയും ബിയുടെയും പ്രോഡക്റ്റാണ്. നമുക്കറിയാം അവിടെ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് എ ബി ബി എ രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. എ ബിക്ക് ബി എ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് നമുക്ക് എഴുതാം. കാരണം എ ബിയും ബി എയും ഈക്വൽ ആയതുകൊണ്ട് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്, സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. നമുക്ക് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ബി ബി സ്റ്റാർ എയോട് ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ പറയുന്നു സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി നമുക്ക് നോക്കേണ്ടത് അസോസിയേറ്റീവ് ആണോ എന്ന് നോക്കണം. അപ്പോൾ പുതിയ പേജിലെടുക്കാം. സ്റ്റാർ അസോസിയേറ്റീവ് ആണോ എന്ന് നോക്കാൻ നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുന്നു. എ സ്റ്റാർ ബി സ്റ്റാർ സി എടുക്കുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി എന്താണ്, എ ബി ബൈ 4 ആണ്. ഇനി നമുക്കതിനെ സ്റ്റാർ സി കൊണ്ട് സ്റ്റാർ ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് എ ബി ബൈ 4ഉം രണ്ടാമത്തെ എലമെൻറ്റ് സിയും ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എ സ്റ്റാർ ബി കാണാൻ ചെയ്യുന്നത് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എ ബി ബൈ 4ഉം സിയും തമ്മിൽ സ്റ്റാർ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എ ബി ബൈ 4 ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ ബി സി ബൈ 4 ഇൻറ്റു 1 ബൈ 4 അല്ലേ. അപ്പോൾ എ ബി സി ബൈ 16 എന്ന് കിട്ടും. അതായത് എ ബി സി ബൈ 4 ഇൻറ്റു ഡിവൈഡ് ബൈ 4 ഈസ് ഇൻറ്റു 1 ബൈ 4. അപ്പോൾ അതാണ് നമുക്ക് എ ബി സി ബൈ 16 എന്ന് കിട്ടുന്നത്. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഫ്രാക്ഷൻസിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. എ ബി സി ബൈ 16 എന്ന് കിട്ടും. ഇനി നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. എ സ്റ്റാർ ബി സ്റ്റാർ
സി ഇസ് ഈക്വൽ ടു, ആദ്യം ബി സ്റ്റാർ സി കാണണം. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് ബിയും സിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി എയും ബി സി ബൈ 4 ആണ് രണ്ട് എലമെൻറ്റ്സ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റാർ കണ്ടുപിടിക്കണം. അപ്പോൾ എയും ബി സി ബൈ 4ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ ഇൻറ്റു ബി സി ബൈ 4 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി സി ബൈ 4 ഇൻറ്റു 1/4, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി സി ബൈ 16. നേരത്തെ നമുക്ക് കിട്ടിയ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് എ ബി സി ബൈ 16 തന്നെയാണ്, ഇവിടെ എ ബി സി ബൈ 16 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് എന്ന് കിട്ടി. ഇനി ആ ക്വസ്റ്റ്യനിൽ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഫൈൻഡ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സ്റ്റാർ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സ്റ്റാർ. നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റിൽ ചെയ്യുന്ന ആദ്യത്തെ ഒരു ചോദ്യമാണ്, എങ്ങനെ നമ്മൾ സ്റ്റാറിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കും. നമുക്കൊരു പുതിയ പേജ് എടുക്കാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ പുതിയ പേജ് എടുക്കാം. അവിടെ സ്റ്റാറിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു എലമെൻറ്റ് എ എടുത്താലും അതും ആ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമ്മൾ ഇ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഐഡൻറ്റിറ്റി എലമെൻറ്റും കൂടി സ്റ്റാർ ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടണം. ഇനി അത് ഇ സ്റ്റാർ എ എന്നെടുത്താലും എ തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ കിട്ടണം. അങ്ങനെ ഒരു ഇ ആ സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നമ്മൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എന്ത് സ്റ്റെപ്പിലൂടെ ഇത് പോകണം? അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്നെടുക്കുക. നമ്മൾ അങ്ങനെ ഒരു ഇ ഇവിടെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ ചോദ്യത്തിൽ എന്താണ് എ സ്റ്റാർ ബി? എന്താണ്? എ ബി ബൈ 4 ആണ്. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ഇ എന്തായിരിക്കും? ആ ഡെഫിനിഷൻ പ്രകാരം എയും ഇയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലേ? ഈക്വൽ ടു എ. അപ്പോൾ നമുക്ക് ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇ എന്തായിരിക്കും ഇവിടെ? 4നെ നമുക്ക് റൈറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു എ, പിന്നെ എ റൈറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ വരും എ. അപ്പോൾ 4 എ ഗെറ്റ് ക്യാൻസൽഡ്. ആൻസർ കിട്ടുന്നത് 4 ആണ്. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടിയത് 4 ആണ്. ഇനി നേരത്തെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എയോട് ഈക്വൽ ആണെന്ന് പറയും. അതായത് ഇ സ്റ്റാർ എയോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇ ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇ ഈക്വൽ ടു 4 കിട്ടിയത് കൊണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ് ഇവിടെ? 4 ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇ സോൾവ് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കണം അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇൻവേഴ്സ് എലമെൻറ്റ് കണ്ടുപിടിക്കാനാണ് അടുത്ത ചോദ്യം. നോക്കുക, സബ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് 5 അണ്ടർ ദി ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ. അപ്പോൾ ഇൻവേഴ്സ് എലമെൻറ്റ് 5ൻ്റെ ഇൻവേഴ്സ് എലമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ് എലമെൻറ്റ് എന്നുള്ള ആ ഐഡിയ നമുക്ക് നോക്കാം. ഇൻവേഴ്സ് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. എന്താണ് ഇൻവേഴ്സ് എലമെൻറ്റ്? അതായത് ഒരു എലമെൻറ്റ് എ അതിൻ്റെ ഇൻവേഴ്സും സ്റ്റാർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ തന്നെയാണ്. എയും എ ഇൻവേഴ്സും കൂടി സ്റ്റാർ ചെയ്യുന്നു. അപ്പോൾ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഈ നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞു 4. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഇൻവേഴ്സ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എ സ്റ്റാർ എ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എ സ്റ്റാർ എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എ സ്റ്റാർ ബി പോലെ എയും എ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിവൈഡഡ് ബൈ 4, അല്ലേ? ഈക്വൽ ടു
4 എന്ന് കിട്ടും. നമുക്ക് എ ഇൻവേഴ്സാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ഒരു നമ്പറിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കിട്ടുക എന്ന് നമുക്ക് വേണ്ടത്. അപ്പോൾ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 4 × 4 16/a. ഇത് എയുടെ ഇൻവേഴ്സാണ്. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് എയുടെ ഇൻവേഴ്സാണ്. നമുക്ക് വേണ്ടത് എന്താണ്? 5ൻ്റെ ഇൻവേഴ്സാണ്. അപ്പോൾ 5ൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കിട്ടും? ഇൻവേഴ്സ് ഓഫ് 5 നമുക്ക് അടുത്തൊരു പേജിൽ ചെയ്യാം. ഇൻവേഴ്സ് ഓഫ് 5. നമ്മൾ 5 ഇൻവേഴ്സ് അതിന് എഴുതുന്നില്ല, കാരണം 5 ഇൻവേഴ്സ് നിങ്ങൾ തെറ്റിദ്ധരിക്കും. എന്താണ്? 1/5 ആണോ എന്ന്. അത് സാധാരണ മൾട്ടിപ്ലിക്കേഷനിൽ അത് 1/5 ആണ്. പക്ഷേ എല്ലാ സ്റ്റാറിലും നമുക്കങ്ങനെ 5⁻⁻1 എഴുതാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് 5 എന്ന് എഴുതാം. ഇൻവേഴ്സ് ഓഫ് 5 ഈസ് ഈക്വൽ ടു എന്താ വരിക? എയുടെ ഇൻവേഴ്സ് എന്താണ്? 16/a ആണ്. അപ്പോൾ 5ൻ്റെ ഇൻവേഴ്സോ? എ ജനറലായിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ 16/5 എന്ന് കിട്ടും. അപ്പോൾ 5ൻ്റെ ഇൻവേഴ്സ് 16/5 ആണ്. അപ്പോൾ 9ൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ 16/9 ആയിരിക്കും. 1ൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ 16/1, അതായത് 16 ആയിരിക്കും. അത് ജനറലി നമ്മളിവിടെ കണ്ടുപിടിച്ചു. അതിന് ശേഷം ഏതിൻ്റെ ഇൻവേഴ്സ് ആണോ നമുക്ക് കാണേണ്ടത് അവിടെ ഈ ഫോർമുലേൻ്റെ അകത്ത് ആ നമ്പർ കൊടുത്താൽ നമുക്കതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. അപ്പോൾ ഇതാണ് ഇൻവേഴ്സ്. 5ൻ്റെ ഇൻവേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5ൻ്റെ ഇൻവേഴ്സ് നമുക്ക് 16/5 എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 4 ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് എഴുതി പഠിക്കുക എല്ലാവരും. ഇത് നിങ്ങളുടെ നോട്ടിലേക്ക് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് എഴുതിയെടുക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക. അതുപോലെ നമുക്കിനി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ടോപ്പിക്സാണ് എടുക്കാനുള്ളത്. ആ 2ാമത്തെ ചാപ്റ്ററിൻ്റെ ടോപ്പിക്കാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി മുതൽ നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ. വളരെ കുറഞ്ഞ സമയവും ഒരു വലിയ സിലബസുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം നന്നായിട്ട് വർക്ക് ചെയ്താൽ +1 എക്സാം പോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.